ഷിബു മീരാൻ, പിണറായി വിജയൻ, ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ, രവി ഇങ്ങനെയുള്ള വ്യക്തികളുടെ പോരാട്ടങ്ങളുടെയോ പ്രശ്നമല്ല. അടിസ്ഥാനപരമായ പ്രശ്നം ഫെഡറലിസവും ജനാധിപത്യവുമാണ്. ഒരു നാട്ടിലെ ജനങ്ങൾ അവർക്ക് വേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ആ പ്രതിനിധികൾ കൂടിച്ചേർന്ന് നിയമനിർമ്മാണം നടത്തുന്നു. ഇത് മൗലികമായ ജനാധിപത്യ സങ്കല്പമാണല്ലോ. അതിന് ഘടകവിരുദ്ധമായി ആ ജനങ്ങളുടെ ഇച്ഛയെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ അംഗീകരിക്കാതെ അതിന് മുകളിൽ കൂടി വേറൊരു തീരുമാനം വരിക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല. അത് സംഭവിക്കുന്നു എന്ന ഘട്ടത്തിൽ ഇപ്പോൾ ആർട്ടിക്കിൾ 200-നെ കോടതി വളരെ വിശദമായി വ്യാഖ്യാനിക്കുകയും ഇതാണ് ഈ ആർട്ടിക്കിൾ 200-ന്റെ സത്ത എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഏതെങ്കിലും സ്റ്റേറ്റുകളെയോ ആ സ്റ്റേറ്റുകൾ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയോ ബന്ധപ്പെടുത്തി കാണേണ്ടതേ അല്ല. ഇത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഫെഡറലിസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഫെഡറലിസം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഫെഡറലിസം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ മുന്നണി എവിടെ നിൽക്കുന്നു? ഫെഡറലിസം വേണം എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ലല്ലോ. താങ്കൾ എന്നോട് ചോദിച്ച രാഷ്ട്രീയ ചോദ്യത്തിനാണ് ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു. ഞാൻ അപ്പോഴും എൻ്റെ വാദം അവസാനിപ്പിച്ചു. ഇതിന് ലാർജർ കൺസെപ്റ്റിൽ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനയുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ സമ്പൂർണ്ണമായും കേരളത്തിൽ നിയമം നിർമ്മിക്കാനുള്ള കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഒരു അവകാശത്തെയും ഞങ്ങളൊരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതല്ല. ഇവിടെ നേരത്തെ ചർച്ചയിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അഭിലാഷേ, ഇപ്പോൾ എന്താണ് ഈ ഇവിടെ അംബേദ്കറിൻ്റെയും അതേപോലെ തന്നെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയൊക്കെ ചില കോട്ടുകൾ, ചില പരാമർശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റിൽ വളരെ വിശദമായി BJPയുടെ പ്രതിനിധിയുടെ വായിച്ചു. ശരിയാണ്, അവരൊക്കെ പലതരം അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തി. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ BJP കൊണ്ടുവരുന്ന JPC പോലെ ഒരു കൂട്ടർ ഏകപക്ഷീയമായിട്ട് പറയുക, മറ്റേ കൂട്ടർ കേട്ടിരിക്കുക, അങ്ങനെയല്ല കേട്ടോ. ഈ നെഹ്റു പറയുന്ന മുഴുവൻ തലവലിക്ക് സമ്മതിക്കുക, അങ്ങനെയായിരുന്നില്ല. ഇത്തരം വിശാലമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട നമ്മുടെ ഭരണഘടനയുണ്ട്. ഈ പറയുന്ന ഈ ആർട്ടിക്കിൾ 142 ഉണ്ടല്ലോ, സുപ്രീം കോടതിയുടെ അധികാരം, അത് മാനത്തുനിന്ന് സുപ്രീം കോടതി പറിച്ചെടുത്ത് കയ്യിൽ വെച്ച സാധനമല്ല, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്. നിയമപരമായി കൃത്യമായി നിർവചിക്കപ്പെടാത്ത വിഷയങ്ങളിൽ അന്തിമ നീതി പൂർത്തീകരിക്കണമെങ്കിൽ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടാം. ഈ ഗവർണറുടെ ഒരു അധികാരത്തെയും പിന്നെ അത് അസെൻഡ് ചെയ്യാൻ, അതിന് പിന്നെന്താണ് അത് തിരിച്ചയക്കാൻ, പ്രസിഡന്റിന് കൊടുക്കാൻ, ഈ 3 അധികാരങ്ങളെ രാജ്യത്തിന്റെ സുപ്രീം കോടതി തൊട്ടിട്ടേയില്ല, അത് എടുത്തു മാറ്റിയിട്ടില്ല. ആസൂണാസ് എന്ന വാക്കിന് നിങ്ങൾ 4-5 വർഷം കൊല്ലത്തെ ദീർഘം കൊടുത്താൽ അത് പറ്റില്ല എന്ന് രാജ്യത്തിന്റെ സുപ്രീം കോടതി പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഗവർണർ എന്ന പദവി റദ്ദാക്കിയിട്ടില്ല, അദ്ദേഹത്തിന്റെ അധികാരത്തെയും റദ്ദാക്കിയിട്ടില്ല. ഈ ഗവർണർമാരുടെ കയ്യിൽ ഡൽഹിയിൽ നിന്ന് BJP കൊടുത്തു വിടുന്നൊരു മൂക്കുകയറുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ആ ഗവൺമെന്റിനെ ഇങ്ങനെ മൂക്കുകയറിട്ട് പിടിക്കൊള്ളണം എന്ന് പറഞ്ഞിങ്ങനെ മൂക്കുകയറിട്ട് പിടിക്കുമ്പോൾ ആ മൂക്കുകയർ തൽക്കാലത്തേക്കൊന്ന് വാങ്ങി വെച്ചു സുപ്രീം കോടതി എന്നല്ലാതെ ഗവർണർ പദവിക്കോ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കോ ഒന്നും ഈ നിമിഷം ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അംബേദ്കർ 7.5 പതിറ്റാണ്ട് മുൻപ് മുന്നോട്ട് വെച്ച ആ ഭീതി ഈ ഭരണഘടന ഇതിനോട് കൂടുതലാത്തവരുടെ കൈകളിൽ എത്തിപ്പെട്ടാൽ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് കോടതിക്ക് ബോധ്യമുണ്ടായിരിക്കുന്നു. കോടതി അതിനെ നിയന്ത്രിച്ചിരിക്കുന്നു. വളരെ കൃത്യമായി മനോഹരമായി ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നു, ഗവർണർ ഷുഡ് ബി എ കെറ്റലിസ്റ്റ്, ഹി ഷുഡ് നോട്ട് ബി എ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞു വെച്ചു. ഇനി ഞാൻ പിന്നെ അഭിലാഷ പറഞ്ഞ ചോദ്യത്തിലേക്ക്, ഇതിനെ വിശാലമായി ഇപ്പൊ ഈ പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും മുഖാമുഖം നിന്ന 3-4 സന്ദർഭങ്ങളിൽ ഞങ്ങൾ പിണറായി വിജയനോടൊപ്പം കേരള സർക്കാരിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കാൻ കേരള ജനത 5 വർഷത്തേക്ക് പിണറായി സർക്കാരിന് കൊടുത്ത മാൻഡേറ്റിനൊപ്പം നിന്ന 2-3 അനുഭവങ്ങൾ ഞാൻ അഭിലാഷിനോട് ചൂണ്ടിക്കാണിച്ചു. അഭിലാഷ് ഒരു കാര്യം രാഷ്ട്രീയത്തിൽ ന്യായമായും മനസ്സിലാക്കും, ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് 2021 മുതൽ 26 വരെ പ്രതിപക്ഷത്തിരിക്കുന്ന ജനാധിപത്യത്തിൽ ഈ ഗവൺമെന്റിനെ തിരുത്തുക എന്നതാണ്. സമ്പൂർണ്ണമായും LDF-ലെ ഘടകകക്ഷി പിന്തുണയ്ക്കുന്ന പോലെ ഞങ്ങൾ പിന്തുണയ്ക്കണം എന്ന് അഭിലാഷ് വാശി പിടിച്ച് കളയരുത്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിയോജിപ്പുകളൊക്കെ അവിടെ ഉള്ളപ്പോഴും വിശാലമായ അർത്ഥത്തിൽ ഇതിന് മേലുള്ള അറകിലും അപകടം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഗവർണർമാരുടെ അധികാരത്തിന് വേണ്ടി ഘോരഘോരം BJP വാദിക്കുന്നത് ഭരണഘടനയോടുള്ള കൂറുകൊണ്ടല്ല. ഗവർണർമാർ ഉപയോഗപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ ഇവർ കാണിച്ച പാതിര നാടകങ്ങളെ കുറിച്ച് ഞാൻ 3-4 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് ഒന്നും വന്നില്ല. സിമ്പിളാണ്, ഇവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സംസ്ഥാന സർക്കാരിന്റെ ഫയൽ വേണമെങ്കിൽ നിയമസഭയിൽ അങ്ങോട്ട് ചെന്ന് ഒപ്പിട്ട് കൊടുക്കും. പ്രതിപക്ഷമാണ് പാസ്സാക്കി അയക്കുന്നതെങ്കിൽ ഇതുപോലെ പിടിച്ചു വെക്കും. ആ ഏർപ്പാടിനെ സുപ്രീം കോടതി തുറന്നു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ.